ഈ കുളത്തുനിന്ന് കിട്ടിയതെന്നാ ഒരു കുളത്ത് കെട്ടാൻ വെക്കാത്ത ഇജ്ജാണ് ഈ മീൻ പിടിച്ചാൽ വരുന്നത് അങ്ങോട്ട് മാറുന്ന. പിന്നെ ഇപ്പൊ ആണ് ഈ കുളത്തോ ഈയോ എന്താ കൊടുന്നു ഞാൻ കെട്ടിത്തരാം. ഞാൻ അത് എറിഞ്ഞു കഴിഞ്ഞ പിന്നെ പിന്നാലെ അടക്കരുത് കേട്ടോ, എന്റെ കോൺസെൻട്രേഷൻ പോകും. ഇതൊന്ന് കെട്ടിക്കാട്ടെ. പിന്നെ ഇതുമ്പോ വാള കുടുങ്ങിക്കഴിഞ്ഞാൽ കയറ്റി തരും ചെയ്യുന്നുണ്ട് കേട്ടോ. ജാറ്റ ഇര കൊടുക്കാൻ പഠിച്ചു ആ കിറ്റൊക്കെ എടുത്ത് പോന്നാ. അത് ശരി, ഇനി എന്താ നോക്കിക്കൊണ്ട് ഈ കവറ് സാധനമൊക്കെ എടുത്ത് വണ്ടിക്കൊക്കെ പ്രത്യേകം പറയണം. എടാ ഇന്ത്യയും ഞങ്ങള് കെട്ടിയിട്ടില്ല, ഇതൊന്നും കെട്ടിക്കാട്ടെ സുക്കൂറെ. കേറി 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 സാധനങ്ങളൊക്കെ എടുത്തില്ല. എന്താടേ ചിക്കനോ? എന്തിന്? ഇജ് ആ മീനിന്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെക്ക്. 8:30-9 മണിയാകുമ്പത്തിന് എത്തും. ചിക്കൻ വാങ്ങാൻ നിൽക്കുക, ഞാൻ മീൻ പിടിച്ചാൽ പോകുന്ന നിൽക്കാണ്. ഫുള്ള് സെറ്റാക്കിട്ടോ, ഞാൻ അപ്പൊ കിടന്ന് വരകാൻ നിൽക്കരുത്. സുക്കൂറെ ഫസ്റ്റത്തെ കൊത്തി തന്നെ നമ്മൾ വലിക്കേണ്ടി വരുമോ? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് പരലിനല്ല പോണ്, മഞ്ഞിലിനാ പോണ്. മഞ്ഞിലാകുമ്പോ എന്ത് ചോദിച്ചിട്ടാ ഫസ്റ്റ് ചെറുങ്ങനെ കൊണ്ടുപോവാ, അപ്പൊ നമ്മള് വലിച്ചരുത്. പിന്നെ വലിക്കൊരു കൊണ്ടുപോലുണ്ട്, അതില് നമ്മൾ നല്ല കനത്തിൽ വലിച്ചണം, മനസ്സിലായോ? കുളത്തും പൊട്ടി അത് നേരായിട്ട് എടാ ചെങ്ങായി 1.5 കിലോ ഈ ആട്ടച്ച് കളഞ്ഞിട്ട് ഈ ഒന്നും പാടെ കെട്ടി തരും. ഇതുകൂടി കളഞ്ഞാണല്ലോ എന്നോട് ഒട്ടിട്ട് പോകും. ഈ പെരീക്ക് ബസ്സിനോട് വന്നു പാർസൊന്ന് പുറത്തു ഇഞ്ഞേ ഞാനൊന്നും അറിയട്ടെ, അവിടെ നിൽക്കി. ഇവനെ വലിയ മീൻപിടുത്തക്കാരൻ എവിടുന്ന് കിട്ടിയതിനെ? അല്ല സുക്കൂറെ, എന്റെ ചൂണ്ടിലെടുത്തു. ആ പോണു. അല്ല ഇജെന്റെ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് കോഴി വേണ്ട മേടിച്ചെന്റെ അറിഞ്ഞതല്ലേ, ഇനിയിപ്പൊ എന്താ കാട്ടുക? ഇപ്പൊ ഒറ്റ വജ്ജുള്ളൂ. ഒരു എന്താ